ഭാവന പറയുന്നുണ്ട്, ഈ വല്യച്ഛൻ ACPയുടെ കാലിൽ വീണ് കരയുന്നത് ഞാൻ കണ്ടു. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എന്ന് പറഞ്ഞ് അവൾ കരയാണ് ട്ടോ. അപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നുകയാണ്. വിജയപത്മന് വീണ്ടും പറയുന്നുണ്ട്, ഗർഭിണിയായ നീ ഒരിക്കലും ഒരു രാത്രി പോലും ലോക്കപ്പിൽ കിടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു മോളെ. അങ്ങനെ അന്നത്തെ ഓരോ കാര്യങ്ങൾ അവൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് മായയുടെ ശ്രദ്ധയിൽ അത് പെട്ടത്. മറ്റൊന്നുമല്ല, വിജയപത്മന്റെ കാലിൽ നിന്നും ബ്ലഡ് നന്നായിട്ട് തറയിൽ വീണിട്ടുണ്ടായിരുന്നു. ദേ മാമന്റെ കാൽ മുറിഞ്ഞിരിക്കുന്നു എന്ന് പറയട്ടെ മായ. അപ്പോഴാണ് എല്ലാവരും താഴേക്ക് നോക്കുന്നത്. ദേ പപ്പേട്ട ചോര എന്ന് പറഞ്ഞ് ജാനകിയും വല്ലാണ്ട് ഭയക്കാണ്. അപ്പോഴേതാ ബ്ലഡ് അവിടെ തളം കെട്ടി നിൽക്കുക. അയ്യോ എന്ന് എല്ലാവരും ഉച്ചത്തിൽ പറയാൻ. ഭാവന പെട്ടെന്ന് വന്ന് വലിയച്ഛനെ പിടിച്ച് സോഫയിൽ ഇരുത്തുകയാണ്. എന്നിട്ട് അവള് മുറിയിലേക്ക് ഓടുകയാണ് ട്ടോ. അവിടെ നിന്നും ബാൻഡേജും കോട്ടനും കാര്യങ്ങളെല്ലാം അവൾ കളക്ട് ചെയ്ത് വിജയപത്മന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. എന്നിട്ട് ആ കാലെടുത്ത് ടേബിളിൽ വെച്ച് അവൾ ആദ്യം ബ്ലഡ് എല്ലാം തുടച്ച് മാറ്റുകയാണ്. ശേഷം കോട്ടനും ബാൻഡേജും എല്ലാം വെച്ച് ആ കാല് നന്നായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അത് ചെയ്തിനിടയ്ക്കിൽ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന വിജയപത്മന് അവളോട് മനസ്സിലേക്ക് തോന്നിട്ട് വീണ്ടും അങ്ങനെ ഭാവനയുടെ മുഖത്തേക്ക് നോക്കുന്നതിനിടയിൽ അവൻ ആ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. പണ്ട് ഭാവനയ്ക്കൊരു പണി കൊടുത്തതിനിടയിൽ ജാനകിക്ക് സംഭവിച്ച തുടർന്ന് ഹോസ്പിറ്റലിൽ കിടന്നതും പിന്നീട് അവരുടെ ആ വീട് ഭാവന തിരികെ വാങ്ങിക്കൊടുത്തതും ഭാവനയുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുവന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അദ്ദേഹം വല്ലാണ്ട് വിഷമിച്ച് പോവാൻ ട്ടോ. എല്ലാം കഴിഞ്ഞ ശേഷം ഭാവന ചോദിച്ചത് എന്താ പറ്റിയത് വല്യച്ഛൻ? അത് ഞാൻ ACPയുടെ കാലിൽ വീണ് ആ സമയത്ത് അവിടുത്തെ ടേബിളിൽ എന്റെ കാല് തട്ടി മുറിഞ്ഞതാണ്. അത് പേടിക്കാനൊന്നുമില്ലെന്നേ എന്ന് പറയാൻ ട്ടോ. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും മായ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരികയാണ്. അങ്ങനെ ജാനകി അത് വാങ്ങിച്ചിട്ട് പപ്പേട്ട കുടിക്കുക എന്ന് പറഞ്ഞ് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം വിജയപത്മൻ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് വേണ്ട വലിച്ച അവിടെ ഇരിക്കുക, എഴുന്നേൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ ട്ടോ. അപ്പോഴേക്കും ഭാവന വലിച്ച ഇത് എന്ന് പറഞ്ഞ മുറിവിലേക്ക് നോക്കി സങ്കടപ്പെടുകയാണ്. ആ സമയത്ത് വിജയപത്മൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാതൊരു പ്രശ്നമില്ല മോളെ ഭാവനെ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഭാവനയാട്ടെ വെളിച്ചത്തിന്റെ തോളിൽ കിടന്ന് കരയാണ് ട്ടോ. അപ്പോൾ അവിടെ കണ്ടു നിൽക്കുന്ന എല്ലാവരും സന്തോഷം കൊണ്ട് അവിടെ ആ സ്നേഹം കണ്ട് കരയാണ് ട്ടോ. പിന്നീട് ഭാനു വന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കാണ് ഭാവന. അപ്പോൾ ഭാനു മോളെ എന്ന് പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ച് കരയാണ് ട്ടോ ഭാവന. പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ്. സൂര്യ തിരിച്ച് വീട്ടിലെത്തുകയാണ് ട്ടോ. ആ സമയത്ത് ജയനിർമ്മല വളരെ ദേഷ്യത്തിൽ തന്നെ വരുന്നുണ്ട്. സൂര്യ നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതെന്താ അമ്മ അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിക്കാൻ സൂര്യ. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറയാ എന്ന് പറയാട്ടോ ചെയ്യാം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്, അതല്ലേ അമ്മ ഇപ്പോൾ ആഗ്രഹിച്ച ഉത്തരം എന്ന് ചോദിക്കേണ്ട സൂര്യ. അപ്പോൾ ജയ ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അതേടാ ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം. ഇനി പറ എന്താണ് അവളുടെ ഉദ്ദേശം? എനിക്കറിയില്ല അമ്മേ. നെറിയേട് ആര് കാണിച്ചാലും അവൾ തല്ലുമെന്നുള്ള കാര്യം ഞാൻ നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജയയുടെ മുഖം ഒന്ന് പരിങ്ങാൻ. അവൾ പഴയ കാലം ആലോചിക്കുകയാണ്. അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ജയ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും അതറിഞ്ഞ ഭാവന വന്ന് അവളുടെ മുഖത്ത് അടിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഓർത്ത് അറിയാതെ ജയനിർമ്മല അവളുടെ മുഖത്ത് കൈവയ്ക്കാൻ ട്ടോ. അത് കാരണം സൂര്യക്ക് കാര്യം മനസ്സിലായിരുന്നു. എന്താമേ ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്ന് അവൻ ചോദിക്കുകയാണ്. ജയ ഒന്നും മിണ്ടെന്ന് നിൽക്കാൻ ട്ടോ. അപ്പോൾ ദേവൻ അവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ആ അജയൻ ഇവിടെ വന്ന് എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജയ നന്നായിട്ട് കലിപ്പിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ മുതൽ തുടങ്ങിയ ദേഷ്യമാണ് എന്ന് പറയാൻ. അപ്പോൾ തന്നെ ജയ പറയുന്നത്, സൂര്യ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അമ്മ വെറുതെ ടെൻഷൻ ആവണം. ഭാവന ഇപ്പോൾ അവളുടെ വീട്ടിലാണ്. ഭാവനയെ നന്നായിട്ട് അമ്മക്കറിയാമല്ലോ, അവൾക്ക് ശരിയെന്ന് തോന്നുന്നതേ അവൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ ജയ പറയുന്നുണ്ട്, എന്തായാലും ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല സൂര്യ. ഭാവനയെ ഇനി അവിടെ നിർത്തണ്ട. നീ അവളെ പോയി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. എന്തിന്റെ പേരിലായാലും അവൾ ഇപ്പോൾ ലോക്കപ്പിൽ കയറിയില്ലേ. എന്തായാലും ഇനി അവൾ കാണിക്കുന്നതെല്ലാം കണ്ടില്ല എന്ന് നടിക്കണോ? എന്നാലേ നിനക്ക് നിന്റെ കുഞ്ഞിനെ ഇനി ജയിലിൽ പോയി കാണേണ്ടി വരും. അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, ജയ ഭാവന ഇപ്പോൾ അവളുടെ വീട്ടിലുണ്ടെന്ന് നീ അറിഞ്ഞല്ലോ, പിന്നെന്താ പ്രശ്നം? എന്നാൽ അവൾക്ക് ഇവിടെ വന്ന് നിന്നാൽ എന്താ? ഭാവന വരും, നീ സമാധാനപ്പെട് എന്ന് പറയട്ടെ ദേവൻ. അങ്ങനെ ദേഷ്യത്തോടു കൂടി ജയ അകത്തേക്ക് പോവാൻ. ശേഷം ദേവൻ സൂര്യയോട് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഭാനുവിനെ ആ ജയേഷ് ചതിക്കാൻ നോക്കിയതാണ് അച്ഛ. അതുകൊണ്ടാണ് ഭാവന അവനെ കയറി തല്ലിയത്. അങ്ങനെ തുടങ്ങി ഭാവന അവന്റെ വീട്ടിൽ പോയതും ജയേഷിന്റെ ഫോൺ നശിപ്പിച്ചതും അവനെയും അച്ഛനെയും ഇടിച്ചതും അദ്ദേഹം തൂണിൽ ചെന്ന് ഇടിച്ച് തല മുറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ദേവന്. അവസാനം സൂര്യ പറയുന്നുണ്ട്, എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അച്ഛൻ. അപ്പോൾ ദേവന് പറയുന്നുണ്ട്, അവളാണ് സൂര്യ പെൺകുട്ടി. പ്രതികരിക്കേണ്ടത് ആരുടെ മുന്നിലായാലും അവൾ പ്രതികരിക്കും. അങ്ങനെ സൂര്യ മുകളിലേക്ക് കയറി പോവാൻ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഭാവനയുടെ വീടാണ്. അവിടെ ഭാവന ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് സോഫയിൽ ഇരിക്കാൻ ട്ടോ. അവളെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അമ്മയെ സേതുവേട്ടും മായച്ചൊക്കെ കരഞ്ഞതും പിന്നീട് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ. അപ്പോഴാണ് ഭരത് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അവിടേക്ക് കയറി വരുന്നത്. അവന് ഭാവനയെ കണ്ടതും ആകെ വിഷമമാണ്. ഭാവനയുടെ അടുത്ത് ചെന്ന് ഇരിക്കാൻ ട്ടോ. എന്നിട്ട് കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, സോറി ചേച്ചി, ഞാനൊരു പാപിയായി പോയി ചേച്ചി. അപ്പോൾ ഭാവന പറയുന്നത്, എന്താടാ ഇത്? ഞാൻ എന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ. ഇവിടെ ആരും നിന്നെ കുറ്റപ്പെടുത്തില്ല, ഞാനും സൂര്യൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സിൽ നിന്നും മുക്തി നേടിയിട്ടില്ല ചേച്ചി, അത്രക്കും വിഷമം എനിക്കുണ്ട്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, നീ നല്ല അന്തസ്സായിട്ടാണ് നിന്റെ ജോലി ചെയ്തത്, അതിൽ ഈ ചേച്ചിക്ക് അഭിമാനമേ ഉള്ളൂ. ഇതിന്റെ പേരിൽ ആരും നിന്നെ ഇവിടെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയാൻ. അപ്പോഴാണ് ഗായത്രി അവിടേക്ക് വരുന്നത്. ഞാൻ കുറ്റപ്പെടുത്തും, നിന്നോട് ഇവൻ ഇത് ചെയ്തതിന് ഞാൻ അവനെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് വന്നിരിക്കാൻ ട്ടോ.
അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എന്താ അമ്മ ഇതൊക്കെ, തീരെ വിവരമില്ലാതെ സംസാരിക്കരുത്. ഭരത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അമ്മക്കറിയോ, ഭരത്തിന്റെ ചേച്ചിയായതുകൊണ്ട് ഇന്ന് ഒരാളും അവിടെ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. അപ്പോൾ നിയമം അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായില്ല അമ്മേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൂര്യൻ വേണ്ട ഇവനെ ആദ്യം കുറ്റപ്പെടുത്താൻ. ഞാൻ കുറ്റം ചെയ്തിട്ട് തന്നെയാണ് എന്നെ ഇവൻ വന്ന് കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ ഭരത് അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു. അമ്മേ, ഞാൻ പറയുന്നതിൽ അമ്മക്ക് വിശ്വാസമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. ഇന്ന് ACP മേഡം വന്നിട്ട് ഒരു ലേഡിയെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ അവരുടെ കൂടെ പുറപ്പെട്ടത്. അവസാനം നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നപ്പോഴാണ് എനിക്ക് മേഡം പറഞ്ഞ ആ ലേഡി ഭാവനേച്ചിയാണെന്ന് മനസ്സിലായത്. ഇന്നലെ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ കണ്ട ചേച്ചി ഇന്ന് നേരെ പോയിരുന്നപ്പോഴേക്കും ഒരു കേസിലെ പ്രതിയാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മേ. അപ്പോൾ ഭാവന പറഞ്ഞത്, അമ്മ ഇവൻ പറഞ്ഞത് അമ്മ കേട്ടല്ലോ, ഇനി ഇതിന്റെ പേരിൽ ആരും ഇവനെ കുറ്റപ്പെടുത്തരുത്. ഭരത്തെ, നീ പോയി റെസ്റ്റ് എടുക്ക്, ക്ഷീണിച്ചു വന്നതല്ലേ എന്ന് പറയാൻ. അങ്ങനെ ഭരത്താകത്തെ കയറി പോവാൻ. ശേഷം ഗായത്രി പോകുന്നുണ്ട്. ഭാവനായിട്ട് അവിടെ അതേ ഇരിപ്പിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ കേട്ടോ. അപ്പോഴാണ് ഭാവന എവിടേക്ക് വരുന്നത്. ചേച്ചി, എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന അവളുടെ മുഖം പിടിച്ചുകൊണ്ട് പറയുന്നത്, ശരിക്കും നീ പേടിച്ചു പോയല്ലേ, ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ചേച്ചി ഞാൻ എന്ന് പറയട്ടെ. ഞാൻ അവിടെ കിടക്കുമ്പോഴും എൻ്റെ പേര് നീ ഇനിയും എന്തെങ്കിലും കടങ്ങ് ചെയ്ത് കഴിയുമോ എന്നായിരുന്നു മോളെ എന്ന് പറയട്ടെ ഭാവന. ഇന്നലെ വരെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ ഇന്നതല്ല. അവൻ ഇനി എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവന്നാലും നമ്മൾ പതറാൻ പാടില്ല. എന്നാലും എൻ്റെ മോൾ സൂക്ഷിക്കണം, അവർ ഇനി അടുത്ത നീക്കം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഭാവന പറയുന്നു, ചേച്ചി എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല ചേച്ചി. ശരിക്കും ചേച്ചിയല്ല, ഞാനായിരുന്നു അവൻ്റെ വീട്ടിൽ കയറി തല്ലേണ്ടത്. അപ്പോൾ ഭാവന പറഞ്ഞു, എങ്കിൽ ഈ ചേച്ചി നിന്നെ അഭിനന്ദിക്കുമായിരുന്നു. എന്തായാലും നീ കാര്യങ്ങളെല്ലാം വിട്ടേക്ക്, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഒരു സ്വപ്നം പോലെ കരുതിയേക്ക്. ഒരാണിനും അടിമപ്പെടേണ്ടതല്ല ഒരു പെണ്ണിന്റെ ജീവിതം. ഇനി നീ നന്നായിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കേ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ്. സൂര്യയുടെ വീട്ടിലെ ദേവൻ ജയ അന്വേഷിച്ച് എല്ലാ റൂമിലും തിരയാൻ. പക്ഷെ ജയ അവിടെ ഒന്നും കാണുന്നു. അങ്ങനെ സൂര്യയും വരുന്നുണ്ട്. അവർ അമ്പലത്തിൽ പോയതാകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസ വന്നിട്ട്. അങ്ങനെ അവർ എല്ലാവരും തിരച്ചു നടത്തും. എങ്കിൽ അമ്പലത്തിൽ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്നും ഇറങ്ങും. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. ഗായത്രി രാവിലെ തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. ആ സമയത്ത് കാണിക്കുന്നത് ജയനിർമ്മല ചുമരും ചാരി അവിടെ നിൽക്കുക. അത് കണ്ട് ഗായത്രി ഒന്ന് പതറുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല ജയ എപ്പോൾ വന്നു? അപ്പോൾ ജയ പറയുന്നത്, ഞാൻ വന്നിട്ട് കുറെ സമയമായി, നിങ്ങളെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കളഞ്ഞത്. രാവിലെ തന്നെ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഗായത്രി? വരേണ്ട കാര്യത്തിൽ എനിക്ക് വന്നല്ലേ പറ്റൂ. എവിടെ എൻ്റെ മരുമകൾ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കാൻ. അപ്പോൾ മായ അവിടേക്ക് വരുന്നുണ്ട്. എഴുന്നേറ്റ് അകത്തുണ്ട് എന്ന് പറയാൻ കേട്ടോ. ഓഹോ, എങ്കിൽ എനിക്ക് അകത്തേക്ക് കടക്കാമല്ലോ അല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഗായത്രി തിരിഞ്ഞു നിന്നുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ പറയാണ്, ഇവിടെ ആരും ആർക്കും വിലക്കൊന്നും കൽപ്പിച്ചിട്ടില്ല, അകത്തേക്ക് കടക്കാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജയ അകത്തേക്ക് പോവാണ്. അകത്തേക്കായിരുന്ന ജയ ആദ്യം കാണുന്നത് ഭാനുവിനെയാണ് കേട്ടോ. അവരോട് പറയുന്നത്, കൊള്ളാം, ഇതിനാണല്ലേ നീ കോളേജിൽ പോകുന്നത്, എവിടെ നിങ്ങളെയൊക്കെ താങ്ങിപ്പിടിക്കാൻ ഭാവനയുണ്ടല്ലോ. ഇത് കേട്ടുകൊണ്ട് ഭാവന അവിടേക്ക് വരികയാണ്. അവൾ ആന്റി എന്ന ഉച്ചത്തിൽ തന്നെ വിളിക്കാം. അപ്പോൾ ജയ ചോദിക്കണേ, എന്താ ഭാവന, എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല എന്ന് അവൾ പറയാൻ കേട്ടോ. എന്താ രാവിലെ തന്നെ എന്ന് ചോദിക്കാം. അപ്പോൾ ജയ അവളുടെ കഴുത്തിലുള്ള താലി പൊക്കിയിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ ഭാവന, അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത് എന്ന് ഭാവന തിരിച്ചു ചോദിക്കും. ജയ വീണ്ടും ഉച്ചത്തിൽ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറ, ഇതെന്താണ്? ഇതെന്റെ താലിമാല എന്ന് പറയാൻ. ഇതാരാ കെട്ടിയത്? സൂര്യ എന്നവൾ തിരിച്ചും പറയാൻ കേട്ടോ. അപ്പോഴേക്കും അവിടെ സേതുവും ഗായത്രിയും മായയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ട് നിൽക്കുകയാണ്. ഭാവന ചോദിക്കുന്നു, ആന്റി എന്താ പ്രശ്നം? ജയ പറയുന്നുണ്ട്, ഞാൻ ആദ്യം സംസാരിക്കട്ടെ, ഞാൻ നിന്റെ ആരാണ്? ആന്റി എന്നവൾ പറയാണ്, നീ എന്റെ മരുമകളാണല്ലോ. അതെ ആന്റി, എന്താണ് സംശയം എന്ന് ചോദിക്കേണ്ട ഭാവന. അപ്പോൾ ജയ പറയുന്നത്, എനിക്ക് സംശയമുണ്ട്, എന്റെ മരുമകൾ എന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്, അല്ലാതെ സ്വന്തം വീട്ടിലല്ല. നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഞാനാണ് കൊല്ലാൻ നോക്കിയത് എന്ന ധാരണയിലല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഇവിടെ എന്താണ് നിന്റെ അവസ്ഥ? മറ്റുള്ളവർക്ക് വേണ്ടി വീടുകളിൽ കയറി ഇറങ്ങി തല്ലുണ്ടാക്കി ജയിലിൽ പോകുന്നു. നീ എന്താ സേതുവാകാൻ നോക്കുകയാണോ എന്ന് ചോദിക്കാൻ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് സബ് ഇൻസ്പെക്ടറാക്കിയ നിന്റെ സ്വന്തം അനിയൻ തന്നെ നിന്നെ കസ്റ്റഡിയിലെടുത്തില്ലേ? ഈ ഒരു ഗതികേട് ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീക്കുണ്ടായിട്ടുണ്ട്. ശേഷം ഗായത്രിയോട് ചോദിക്കുകയാണെങ്കിൽ, സ്വന്തം മകളുടെ ചെലവിൽ ഇത്രയും കാലം ഈ കുടുംബം മുന്നോട്ട് പോയില്ലേ, ഇനിയെങ്കിലും ഇവളെ ഒന്ന് വെറുതെ വിട്ടൂടെ? അപ്പോൾ ഭാവൻ ചോദിക്കുന്നുണ്ട്, ആന്റി എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നത്? അപ്പോൾ ജയ പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യമെന്നാണ് ആരാ പറഞ്ഞത്? ലക്ഷങ്ങളുടെയും കോടികളുടെയും വില പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാകില്ല. അതെങ്ങനെ? കണ്ണിൽ പോലും കാണാത്ത നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെറുതെ എന്നോട് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കാതെ നീ എന്റെ കൂടെ പോരാൻ നോക്ക് എന്ന് പറയാട്ടോ ജയ. ഇറങ്ങി വാ ഭാവന എന്ന് പറയാൻ. അപ്പോൾ എല്ലാം കണ്ടു നിൽക്കുന്ന ഗായത്രി ഭാവനയെ കൈപിടിച്ചിട്ട് അകത്തെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഭാവന, നീ ഇപ്പോൾ ജയ പറയുന്നത് കേൾക്ക്. അവൾ പറയുന്നതിന് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് എന്ന് ഭാവന ചോദിക്കുകയാണ്. നീ ഇപ്പോൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ? നിനക്ക് ഈ ടൈമിൽ നല്ല റെസ്റ്റ് വേണ്ടതല്ലേ? പക്ഷെ അതൊക്കെ മറന്നാണ് നീ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും പറയാനാവില്ല. നീ എന്തായാലും ജയയുടെ കൂടെ ഇപ്പോൾ സൂര്യയുടെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. ഇല്ലെങ്കിൽ ജയ കൂടുതൽ വാശി കാണിക്കും.
തൽക്കാലത്തേക്ക് നീ ഒരു ദിവസം അവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഓക്കെ ഞാൻ എന്തായാലും സൂര്യയോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ്. ആ സമയത്ത് ഗായത്രി പറയുന്നത് എന്തായാലും നീ തനിച്ചു പോകണ്ട, ആ ജയനും ഭാര്യ അവിടെ ഉള്ളതല്ലേ, ഞാൻ വല്യച്ഛനെയും വല്യമ്മയെയും ഒന്ന് വിളിച്ചിട്ട് വിവരങ്ങൾ പറയാം, എന്നിട്ട് ഏട്ടനും എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട അമ്മേ, അവർക്കൊരു ബുദ്ധിമുട്ടാകും. ഇപ്പോൾ തന്നെ വല്യച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് ആ പോലീസിന്റെ കാലിലൊക്കെ വീണ് ആകെ പ്രശ്നമുണ്ടായതാ. മാത്രമല്ല വല്യമ്മ എന്ന് എൻ്റെ കൂടെ സൂര്യയുടെ വീട്ടിൽ നിന്നപ്പോൾ എന്താണ് ഉണ്ടായത് എന്നൊക്കെ അറിയാവുന്നതല്ലേ, ഇനിയും അവരെ ഇങ്ങനെ അപമാനിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയാണ്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അവരെ അപമാനിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് മോളെ, പക്ഷേ എൻ്റെ ഒരു ധൈര്യത്തിന് എൻ്റെ ഒരു സേഫ്റ്റിക്ക് അവർ നിന്റെ കൂടെ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. എന്തായാലും ഞാൻ ഏട്ടത്തിയെ വിളിച്ചിരുന്ന് സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഗായത്രിയും ഭാവനയും ജയയുടെ അടുത്ത് തിരിച്ചു വരികയാണ്. ജയ ചോദിക്കുന്നത് എന്താ ഭാവന നീ എന്താ തീരുമാനിച്ചത്, എന്നാ ഇറങ്ങല്ലേ നമുക്ക് പോവാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആന്റിയുടെ കൂടെ വരാം, പക്ഷെ ഞാൻ അധികം അവിടെ നിൽക്കില്ല, 1-2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്ന് പറയാണ്. അപ്പോൾ ജയ പറയുന്നത് അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ, പക്ഷെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്ക് നടുവിൽ നീ ഇവിടെ നിൽക്കണ്ട, നിനക്കിപ്പോൾ നല്ല റെസ്റ്റ് ആവശ്യമുള്ളതല്ലേ, ഇവിടെ ഇങ്ങനെ കഴിയുകയാണെങ്കിൽ നിനക്ക് അവിടെ കഴിയാനും കഴിയും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാവനയെ കൂട്ടിയിട്ട് ജയ അവിടെ നിന്നും ഇറങ്ങാണ്. പിന്നെ കാണിക്കുന്നത് അവർ തിരിച്ച് വീട്ടിലെത്തുകയാണ് കേട്ടോ. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ജയനിർമ്മല ആകെ ഷോക്കാണ് കേട്ടോ. സിറ്റോട്ടിലെ കാഴ്ച കണ്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ജാനകി അവിടെ പെട്ടിയും സാധനങ്ങളുമായി സിറ്റോട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ജയെ കണ്ടതും അവൾ ഒരു പോപ്കോണൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് പരിഹസിച്ച് ചിരിക്കുകയാണ്. ആഹാ നിങ്ങളെത്തിയോ, ഞാൻ നിങ്ങളെത്തുന്നതിന് മുൻപേ നേരത്തെ ഇങ്ങ് പോന്നു, ഞാൻ വൈകിയില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഭാവന ഇറങ്ങി വരുന്നത്. അപ്പോൾ ജയ പറയാൻ നിന്നോടാരാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അതെ നീ ഭാവനയെ കൂട്ടാൻ വേണ്ടിയിട്ടില്ല അവിടെ വരെ ചെന്നത്, ഭാവന ഈ വീട്ടിലുണ്ടെങ്കിൽ അവളോടൊപ്പം ഞാനും ഉണ്ടാകും, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. അതല്ല ഞാൻ ഇവിടെ നിന്നും ഇറങ്ങി പോകണമെങ്കിൽ നീ പറഞ്ഞോ, ഞാൻ ഭാവനയെ വിളിച്ചു പോകാം, എന്താണെന്ന് വെച്ചാൽ നീ പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം എന്ന് പറയാൻ കേട്ടോ ജയോട്. ജയ ആകെ കരുത്തുള്ളി കൊണ്ട് അകത്തേക്ക് പോവാണ്. ഭാവന എന്തായാലും ഞാൻ വിളിച്ചു കൊണ്ടുവന്നതാ ഇങ്ങോട്ടേക്ക്, അതിലൊരു മാറ്റമില്ല, അവൾ തിരിച്ചു പോകുന്നില്ല എന്ന് പറയാൻ. അപ്പോൾ ജാനകി പറയുന്നുണ്ട് എങ്കിൽ ഞാനും ഉണ്ടാവും കൂടെ. അങ്ങനെ പെട്ടിയും സാധനങ്ങളുമായിട്ട് ജാനകിയും അകത്തേക്ക് പ്രവേശിക്കാൻ. അകത്ത് സുനിലിനെ കാണുന്ന ജാനകി പിന്നോട്ട് നിന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട് ഈ സുനിൽ ഇനിയും ഇവിടെ നിന്നും പോയിട്ടില്ല, എന്താണ് ഇവന്റെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നത് ഇത് മാനസയും സുനിലും ചേർന്ന് മനഃപൂർവ്വം കളിക്കുന്ന കളിയാണ്, അവരുടെ പിന്നിൽ എന്തൊക്കെയോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, അതെന്തായാലും നമുക്ക് കണ്ടെത്തിയേ പറ്റൂ മോളെ എന്ന് പറയാൻ. അതേ വല്യമ്മ എന്ന് ഭാവനയും സമ്മതിക്കുകയാണ്. ഈ നമ്മുടെ അടുത്ത ടാർഗറ്റ് ഇതായിരിക്കും.